ഇതാണോ നീ പറഞ്ഞ ടോക്സിക് കാമുകൻ? ഞെട്ടിയാ ഞാൻ ഞെട്ടീനെ, നീയും കൂടെ ഞെട്ടിക്കും. അതെ, എന്റെ എക്സ് കാമുകനാ. സോഹ ലക്ഷ്മി ആരാ? ലക്ഷ്മി എന്തുവായി കടിക്കട്ടെ? മുറിക്കട്ടെ, ഞാൻ മുറിക്കട്ടെ. സോഹ പറ സോഹ, നീ ലക്ഷ്മിയായിട്ട് ചാറ്റ് ചെയ്യാറില്ലേ? സംശയമാണ്. നീ എന്റെ ഫോൺ ചെക്ക് ഇഷ്ടമുണ്ട്, ചെക്ക് ചെയ്യാന്ന് പറ. അന്നെങ്ങനെ ഞാൻ ചെക്ക് ചെയ്യട്ടെ. പ്രണയ ജീവിതത്തിൽ ആദ്യം വേണ്ട എന്താണെന്നറിയൂ? പ്രൈവസി. കറക്റ്റ്. അല്ല അത് നിനക്ക് തന്നെ അറിയാം. ഈ മണലൊക്കെ ഇറക്കിയത് ഈ മരുഭൂമിന്ന്. ഇന്നലെ എവിടെയാന്ന് ചോദിക്കരുത്. ഇന്നലെ രാത്രി നീ എവിടെ ആയിരുന്നു? ഞാൻ ദിവ്യയുടെ കൂടെ. ഇന്നലെ രാത്രി നീ ദിവ്യയുടെ കൂടില്ല. കാര്യം ഇന്നലെ രാത്രി ഞാനാണ് ദിവ്യയുടെ കൂടെ. നീ എന്തിന് സോനെ, നീ എന്റെ അടുത്ത് കള്ളം പറഞ്ഞു? നീ ലക്ഷ്മി കൂടെ ബൈക്കിൽ പോയില്ലേ? നിന്റെ ഗേൾ ഫ്രണ്ട്സ് നിന്നെ ബൈക്ക് ഡ്രോപ്പ് ചെയ്യത്തില്ലേ? അപ്പൊ എന്റെ ഗേൾ ഫ്രണ്ട്സിന് ഞാൻ ശരാശരി പിക്കെങ്കിലും ചെയ്യണ്ടേ? ഞാൻ ചെയ്ത തെറ്റാണോ? പറഞ്ഞുകൊടു. എന്റെ പേരെന്തോ പഠിച്ചിട്ടേക്കെന്ന് ചോദിക്കും. സോന ജോസ്, കൊട്ടിയം പുന്നമ്മ. എന്നാ പിന്നെ അഡ്രസ്സും കൂടെ എഴുതി വെച്ചൂടായിരുന്നു. ആ സോഹ സ്നേഹനെ അറിയോ? ഹലോ ദിവ്യ. സോഹ ആരേ ദിവ്യ? എന്റെ കൊച്ചുനാൾ മുതലുള്ള ഫ്രണ്ട്. കൊച്ചുനാള് മുതലുള്ള കൂട്ടുകാരനും കൂട്ടുകാരി. ഇവന്മാരൊക്കെ പറയുന്ന ഏറ്റവും വലിയ കള്ളത്തരം ഇതായിരിക്കും. സോഹ നിനക്ക് ദിവ്യ എത്ര നാൾ മുമ്പ് അറിയാന്നാ പറഞ്ഞേ? അതിന് പറ്റുന്നില്ലല്ലോ. നീ എന്തിനാ ബഹളം വെക്കുന്ന? സ്നേഹം കൊണ്ടല്ലേ മോളെ. പിന്നെ എനിക്ക് വൈകിട്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, ഫോൺ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ? മീറ്റിംഗ് അല്ലടി, ഓഫ്ലൈൻ മീറ്റിംഗ്. ഏതോ ഹോട്ടൽ റൂമില്. സോഹ എനിക്ക് വയ്യ, നമുക്ക് നിർത്താം. എല്ലാം നിർത്താം. പക്ഷെ നിന്റെ അച്ഛനും അമ്മയ്ക്കും അനിയനും നമ്മൾ തമ്മിലുള്ള ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്ത് നിർത്താം. കൊടുക്കട്ടെ? അയ്യോ അയക്കില്ലേ, ഇത് നീ പഠിപ്പിച്ചാണ്. അയ്യോ അല്ല, ഇത് അവൻ കയ്യിൽ നിന്നിട്ട് കളിക്കും. അവൻ ടോക്സിക് പ്രോ ആയടി. ഇന്ന് നീ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യാൻ കൈമുറിക്കും. ഞാൻ കൈമുറിക്കും. പോസ്റ്റ് ഒന്നും ഇട്ടില്ല. നിന്റെ അടുത്തല്ല, വേറൊരു തീർത്താ. എന്തിനടി അവനെ തേച്ചേ? അവ ഒരു പാവമായിരുന്നടി. ഞാനുമായിട്ട് അടി ഉണ്ടാക്കത്തേ ഇല്ല, അതുകൊണ്ട് ഞാനങ്ങ് തേച്ച്. ഒത്തിരിയൊക്കെ ടോക്സിക് ആവണം, പക്ഷെ ഇത് ഒത്തിരി ആയിപ്പോയി. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ ലോകത്ത് ആരും ടോക്സിക് ആയി ജനിക്കുന്നില്ല. നിന്നെ പോലുള്ള പൂച്ചട്ടി മക്കള് കാരണ ഇവനെ പോലെ ഒരുത്തന്മാരെ ടോക്സിക് ആവുന്നത്. വീട്ടിൽ കയറാ.